Dear S6 BCA students, greetings. മൾട്ടിമീഡിയ സിസ്റ്റംസ് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂള് മൾട്ടിമീഡിയയുടെ കമ്പോണൻസ്, ഡിഫറെൻ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ മൾട്ടിമീഡിയ ടൂൾസ്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്, മൾട്ടിമീഡിയ ഹാർഡ്വെയർ ഇൻ ഡീറ്റെയിൽ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഇൻ ഡീറ്റെയിൽ, സമഗ്രമായ ഒരു ഇൻട്രൊഡക്ടറി കോൺസെപ്റ്റ്സ് വരുന്ന ഒരു മൊഡ്യൂളാണ് മൾട്ടിമീഡിയയിൽ ഫസ്റ്റ് മൊഡ്യൂൾ. ഇത് ഞാൻ കവർ ചെയ്യും. 2, 3 and 4 നിധി മിസ് കവർ ചെയ്യും. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് വാട്ട് ബേസിക്കലി മൾട്ടിമീഡിയ ഈസ്. മൾട്ടിമീഡിയ ഒന്ന് ഡിഫൈൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ, മൾട്ടിമീഡിയ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ in an attractive and interactive manner with the use of a combination of text, audio, video, graphics and animation എന്ന് നമുക്ക് പറയാം. മൾട്ടിമീഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ വേ ഓഫ് പ്രസൻറ്റിങ് ഇൻഫർമേഷൻ. നിങ്ങൾക്കറിയാം, മറ്റൊരു വ്യക്തിയോട് നമ്മൾ ഇൻഫർമേഷൻ കൺവേ ചെയ്യും. അത് കൺവേ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ കൺവേ ചെയ്യാം. സംസാരിച്ച് കൺവേ ചെയ്യാനൊക്കും, അതുപോലെ പേപ്പറിനകത്ത് എഴുതി ഡോക്യുമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്ത് ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കും. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പലപ്പോഴും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് നടക്കുന്നത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ടു മൊബൈൽ ഡിവൈസസ് വഴിയാണ്. അവിടെ ഇൻഫർമേഷൻ വളരെ അട്രാക്റ്റീവായിട്ടും വളരെ ഇൻ്ററാക്റ്റീവായിട്ടും കൈമാറാനും ആ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് സ്മൂത്തനാക്കാനും സഹായിക്കുന്ന ഒരു പ്രത്യേക വേ ഓഫ് റെപ്രസെൻറ്റേഷനുണ്ട്. അത് മൾട്ടിമീഡിയ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷനാണ്. വ്യത്യസ്തമായ മീഡിയ, മൾട്ടി മീൻസ് ഡിഫറെൻറ്റ്, മീഡിയ മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയ കമ്പോണൻസ്, ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഇതൊക്കെയാണ് മീഡിയ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പം വ്യത്യസ്തമായ മീഡിയ കമ്പോണൻസിനെ കൂട്ടി യോജിപ്പിച്ച് ഒരു പ്രത്യേക രീതിയിലേക്ക് ഇൻഫർമേഷനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ മൾട്ടിമീഡിയ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ വി വിൽ ഡിഫൈൻ മൾട്ടിമീഡിയ ആസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ആൻ അട്രാക്റ്റീവ് ആൻഡ് ഇൻ്ററാക്റ്റീവ് മാനർ വിത്ത് ദ യൂസ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ. എന്തൊക്കെയാണ് മിക്സ് ചെയ്ത് ഉണ്ടാക്കേണ്ടത്? ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്സ്, ആനിമേഷൻ. എല്ലാം ഒരുമിച്ചോ അല്ലെങ്കിൽ ചിലത് ഒരുമിച്ചോ ഒക്കെ ആയിട്ട്, ചിലപ്പോൾ ഇതിൽ 3 കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോഴും നമുക്കൊരു മൾട്ടിമീഡിയയുടെ ഒരു പ്രോഡക്റ്റ് കിട്ടും. എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു സമഗ്രമായ മൾട്ടിമീഡിയ കമ്പോണൻ്റ് ഉണ്ടാകും. ഇതിനെയാണ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. Now, in a simpler way of representing multimedia is telling that multimedia is a computerized method of presenting information, combining textual data, audio, visuals or video, graphics and animation. മറ്റൊരു രീതിയിൽ മൾട്ടിമീഡിയ ഡിഫൈൻ ചെയ്യാം. മൾട്ടിമീഡിയ ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡ് ഓഫ് പ്രസൻറ്റിങ് ഇൻഫർമേഷൻ. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഇൻഫർമേഷനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒന്നാണ് മൾട്ടിമീഡിയ എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇൻഫർമേഷനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യൂസിങ് കമ്പ്യൂട്ടേഴ്സ് യു ആർ ട്രൈങ് ടു മിക്സ് ടെക്സ്റ്റ്, സെൻറ്റൻസസ്, ടെക്സ്റ്റുവൽ ഡാറ്റ എന്ന് വേറൊരു രീതിയിൽ പറയാം, ഓഡിയോ ഡാറ്റ, സൗണ്ട്, വിഷ്വൽസ്, വീഡിയോ ഡാറ്റ, ഗ്രാഫിക്സ്, നമ്മൾ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഗ്രാഫിക്കൽ വർക്ക്, പിന്നെ ആനിമേഷൻസ് എന്ന് പറഞ്ഞാൽ മൂവിങ് ആയിട്ടുള്ള ഗ്രാഫിക്സിനാണ് ആനിമേഷൻ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുന്ന പ്രസൻറ്റേഷനെ മൾട്ടിമീഡിയ എന്ന് പറയാം. സോ വൺസ് വി ഫിനിഷ്ഡ് ഡിഫൈനിങ് മൾട്ടിമീഡിയ, ലെറ്റ് us go into the components of multimedia. Which are the common components of multimedia? The first one is text. മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, പ്രോഡക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒന്ന്, ടെക്സ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കമ്പോണൻ്റാണ്. ഓൾ മൾട്ടിമീഡിയ പ്രൊഡക്ഷൻസ് കണ്ടെയ്ൻ സം എമൗണ്ട് ഓഫ് ടെക്സ്റ്റ്. എന്തെങ്കിലും രീതിയിലുള്ള വേർഡോ സെൻറ്റൻസുകളോ അല്ലെങ്കിൽ പാരഗ്രാഫോ ഇല്ലാത്ത മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ് ഇല്ല. The text can have
വേരിയസ് ടൈപ്സ് ഓഫ് ഫോൺസ് ആൻഡ് സൈസസ് ടു സ്യൂട്ട് പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ. നല്ല ഒരു പ്രൊഫഷണൽ പ്രസൻറ്റേഷനാണ്, മൾട്ടിമീഡിയ പ്രസൻറ്റേഷനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ടെക്സ്റ്റ് പല ഫോണ്ട്, സ്റ്റൈൽ, ടൈപ്പ്, സൈസ് ഇതിലൊക്കെ കാണും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഒന്നാമത്തെ കമ്പോണൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കമ്പോണൻ്റ് പലപ്പോഴും മൾട്ടിമീഡിയയിൽ കാണുന്ന ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സ് മേക്ക് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് അട്രാക്റ്റീവ്. ഒരു മൾട്ടിമീഡിയ വേ ഓഫ് പ്രസൻറ്റിങ് ഇൻഫർമേഷൻ അട്രാക്റ്റീവ് ആവാനുള്ള മെയിൻ കാരണം ടെക്സ്റ്റ് അല്ല, ഗ്രാഫിക്സ് ആണ്. ഇൻ മെനി കേസസ് പീപ്പിൾ ഡു നോട്ട് ലൈക്ക് റീഡിങ് ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റുവൽ മാറ്റർ ഓൺ ദ സ്ക്രീൻ. ആളുകൾക്ക് തുരകുര എഴുതിയിരിക്കുന്ന സെൻറ്റൻസുകൾ വായിക്കാൻ മടിയാണ്. അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒക്കുന്നത് ഒരു ഗ്രാഫിക്കൽ വേയിൽ ഈ പറയേണ്ടുന്ന ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഗ്രാഫിക്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പോൾ ഒരുപാട് ഗ്രാഫിക്സ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസിനകത്ത് കാണാറുണ്ട്. Therefore, graphics are used more often than text to explain a concept, present background information, etc. പലപ്പോഴും കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആ സബ്ജക്റ്റിനെ കുറിച്ച് കൊടുക്കാനും എല്ലാം പലപ്പോഴും ഗ്രാഫിക്കൽ വേ ഉപയോഗിക്കാറുണ്ട്. ഡാറ്റ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഗ്രാഫിക്സ്. നമ്മൾ ഗ്രാഫിക്സ് ഡീൽ ചെയ്യുമ്പോൾ 2 തരം ഗ്രാഫിക്സ് ആണ് നമ്മൾ സാധാരണ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ബിറ്റ് മാപ്പ് ഇമേജസ്, 2 വെക്റ്റർ ഇമേജസ്. എന്താണ് ബിറ്റ് മാപ്പ് ഇമേജസ്? ദേ ആർ റിയൽ ഇമേജസ് ദാറ്റ് ക്യാൻ ബി ക്യാപ്ചേർഡ് ഫ്രം ഡിവൈസസ് സച്ച് ആസ് ഡിജിറ്റൽ ക്യാമറ ഓർ സ്കാനേഴ്സ്. നിങ്ങളൊരു ഡോക്യുമെൻ്റ് ഒരു സ്കാനറിൽ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് അത് ഗ്രാഫിക്കൽ ഫോമിൽ കിട്ടും. നിങ്ങളൊരു ഫോട്ടോ ഡിജിറ്റൽ ക്യാമറയിൽ എടുത്ത് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഡിജിറ്റൽ ഫോമിൽ കിട്ടും. ഇതാണ് ബിറ്റ് മാപ്പ് ഇമേജസ് എന്ന് പറയുന്നത്. യൂഷ്വലി ബിറ്റ് മാപ്പ് ഇമേജസ് ആർ നോട്ട് എഡിറ്റബിൾ. നമുക്ക് ആവശ്യമനുസരിച്ച് ഈ ഇമേജസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പ്രയാസമുണ്ട്. ഒക്കും എന്താണെന്ന് ചോദിച്ചാൽ അതിനെ ഒന്ന് പൊലിപ്പിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, കിട്ടിയ ഒരു ഇമേജിനെ കുറച്ച് കളറോ ഷെയ്ഡിങ്ങോ ഒക്കെ കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിലേ വെക്കും. അപ്പോൾ പലപ്പോഴും സ്കാൻഡ് ഡോക്യുമെൻറ്റിനൊക്കെ ഒരു പരിമിതിയുണ്ട്. നിങ്ങൾക്കത് ക്ലാരിറ്റി കൂട്ടാനൊക്കും. നിങ്ങൾ സ്കാൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിൻ്റെ ക്ലാരിറ്റിയെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കും. അല്ലാതെ അതിനെ മോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ദർ ഈസ് എ ലിമിറ്റ് ഫോർ മാനിപ്പുലേറ്റിംഗ് ഡിജിറ്റൽ ക്യാമറ ആൻഡ് സ്കാനർ ഇമേജസ്. ബിറ്റ് മാപ്പ് ഇമേജസ് യൂഷ്വലി റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് മെമ്മറി. അതുപോലെ തന്നെ ഗ്രാഫിക്സിലെ ബിറ്റ് മാപ്പ് ഇമേജസിന് കൂടുതൽ മെമ്മറി സ്പേസ് സ്റ്റോർ ചെയ്യാനായിട്ട് വേണ്ടി വരും, ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസും വീഡിയോസിനും ഒക്കെ. ഇനി രണ്ടാമത്തെ ഗ്രാഫിക്സ് നമ്മൾ മൾട്ടിമീഡിയയിൽ ഉപയോഗിക്കുന്നത് വെക്റ്റർ ഗ്രാഫിക്സ് ആണ്. വെക്റ്റർ ഗ്രാഫിക്സ് ആർ ഡ്രോൺ ഓൺ ദ കമ്പ്യൂട്ടർ ആൻഡ് ഓൺലി റിക്വയർ എ സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി. സാധാരണ കമ്പ്യൂട്ടറിനകത്ത് അവൈലബിൾ ആകുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, പെയിൻറ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ആപ്ലിക്കേഷനാണ്. അവിടുന്ന് 3D മാക്സോ കോറൽ ഡ്രോ പോലുള്ള ഹൈ ലെവൽ ഫോട്ടോഷോപ്പ് പോലുള്ള വളരെ വലിയ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർസിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ മൗസിൻ്റെ പോയിൻ്റർ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റൈലസ് ഒക്കെ ഉപയോഗിച്ചോ പടങ്ങൾ സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കാം. ഓക്കെ, ആ വര ഒക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഫോട്ടോയെ പോലല്ല, കുറച്ചുകൂടി വളരെ എളുപ്പത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ അതിനുള്ള ടൂൾസ് ഉണ്ട്. ദീസ് ഗ്രാഫിക്സ് ആർ എഡിറ്റബിൾ. ആര്? വെക്റ്റർ ഗ്രാഫിക്സ്. അപ്പോൾ വെക്റ്റർ ഗ്രാഫിക്സും ഒരു പ്രധാനപ്പെട്ട ഗ്രാഫിക്കൽ വേ ആണ് ബിറ്റ് മാപ്പ് ഗ്രാഫിക്സിനോടൊപ്പം തന്നെ. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു, ടെക്സ്റ്റും കഴിഞ്ഞു, ഗ്രാഫിക്സും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കമ്പോണൻറ്റ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷനിൽ കാണുന്നത് ഓഡിയോ ആണ്. എ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ മേ റിക്വയർ ദ യൂസ് ഓഫ് സ്പീച്ച്, മ്യൂസിക് ആൻഡ് സൗണ്ട് ഇഫക്ട്സ്. 3 പ്രധാനപ്പെട്ട ഓഡിയോ ഫോംസ് ആണ് വേണ്ടുന്നത്. ഒന്ന്, മ്യൂസിക് വേണ്ടി വരും, പാട്ടുകൾ മിക്സ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ സംസാരം, മനുഷ്യർ സംസാരിക്കുന്നതിനെ സ്പീച്ച് എന്ന് പറയും, അത് ഉപയോഗിക്കണം. പിന്നെ സൗണ്ട് ഇഫക്ട്സ് കൊടുക്കണം. നമുക്ക് എന്താണ് അതിൻ്റെ വോളിയം, ട്രബിളും ബാസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലുള്ള സൗണ്ട് ഇഫക്ട്സുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും മൾട്ടിമീഡിയയിൽ, ഒരു വളരെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി. These are called audio or sound elements of multimedia. Speech, music and sound effects. Multimedia elements are. Speech is also a perfect way of teaching. Teaching
മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിക്സ് ചെയ്യുന്നത് സ്പീച്ചാണ്. ഇനി ഓഡിയോ തന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ 2 ഫോമിലുണ്ട്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഓഡിയോസ് നമുക്ക് മൾട്ടിമീഡിയ പ്രസൻറ്റേഷനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അനലോഗ് ഓഡിയോ ഓർ സൗണ്ട് റെഫേഴ്സ് ടു ഒറിജിനൽ സൗണ്ട് സിഗ്നൽസ്. മനുഷ്യർ സംസാരിക്കുന്ന വോയിസിനെയൊക്കെ അനലോഗ് ഓഡിയോ എന്ന് നമുക്ക് പറയാം. ഓക്കെ. കമ്പ്യൂട്ടർ സ്റ്റോർസ് ദ സൗണ്ട് ഇൻ ഡിജിറ്റൽ ഫോം. നമ്മളിപ്പോൾ ഇത് അനലോഗ് ഫോമിൽ സംസാരിച്ചാലും മൈക്രോഫോൺ വഴി ഇത് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഡിജിറ്റൽ ഫോമിലാണ്. ഓക്കെ. അപ്പോൾ അനലോഗ് ഫോമിലുള്ള സൗണ്ട് ഡാറ്റയെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. Therefore the sound used in multimedia applications is digital audio. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മിക്സിങ്ങിന് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റിയിട്ടാണ് മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റ് കമ്പോണൻസിന് കൂടെ. Now the next one is audio കഴിഞ്ഞാൽ വീഡിയോ. നാലാമത്തത് വീഡിയോ ഈസ് എ കമ്പോണൻറ്റ് ഇൻ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ. The term video refers to moving picture accompanied by sound such as a picture in television. നിങ്ങൾക്കറിയാം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് പിക്ചേഴ്സിനെ വിളിക്കുന്നതാണ്. അത് സൗണ്ടും അക്കമ്പനീഡ് ബൈ പിക്ചേഴ്സ്, മൂവിങ് പിക്ചേഴ്സ്, ടെലിവിഷനകത്ത് കാണുന്ന വീഡിയോ ആണ് എക്സാമ്പിളായിട്ട് പറയാവുന്നത്. ഇതും മൾട്ടിമീഡിയയുടെ ഒരു എക്സാമ്പിളാണ്, മൂവിങ് പിക്ചേഴ്സ് വിത്ത് സൗണ്ട്. വീഡിയോ എലമെൻറ്റ്സ് ഓഫ് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ ഗിവ്സ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം. നല്ല വീഡിയോ കണ്ടൻ്റ് ആണ് നമ്മൾ 2 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ സാധാരണ വായിച്ചെടുക്കുന്നതിനേക്കാളും വേഗത്തിൽ ഇൻഫർമേഷൻ അത് കാണുന്ന ആളിലേക്ക് കൺവേ ചെയ്യാനായിട്ട് വീഡിയോ ഫോം ഉപകാരപ്രദമാകും. സോ ഡിജിറ്റൽ വീഡിയോ ഈസ് യൂസ്ഫുൾ ഇൻ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ ഫോർ ഷോയിങ് റിയൽ ലൈഫ് ഒബ്ജക്ട്സ്. പലപ്പോഴും നമ്മൾ എക്സാമ്പിൾ കോട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത വീഡിയോ കാണുമ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ഡിവൈസിൻ്റെ പ്രോപ്പർ വർക്കിംഗ് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഉപകരണത്തിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് നേരി കാണാനായിട്ട് ഒരു വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജസ് അത് കൺവേ ചെയ്യും. അപ്പോൾ വീഡിയോ മറ്റൊരു കമ്പോണൻ്റാണ്. വീഡിയോ ഹാവ് ഹയസ്റ്റ് പെർഫോമൻസ് ഡിമാൻഡ് ഓൺ ദ കമ്പ്യൂട്ടർ മെമ്മറി. ഇനി വീഡിയോയെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ മെമ്മറി ഒരുപാട് എടുക്കുന്നതാണ്. ഈ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് വീഡിയോ നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇറ്റ് ടേക്സ് ലിറ്റിൽ ബിറ്റ് മോർ മെമ്മറി. ആൻഡ് ഓൺ ദ ബാൻഡ് വിഡ്ത്ത് ഇഫ് പ്ലേസ്ഡ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലും നമ്മൾ ഈ വീഡിയോ കണ്ടൻറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇൻഫർമേഷൻ്റെ രൂപത്തിൽ ഒരു മൾട്ടിമീഡിയ കമ്പോണൻറ്റ് അതിൽ വീഡിയോ ഉള്ള കണ്ടൻറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സമയമെടുക്കും. കാരണം അത് നല്ല രീതിയിൽ ബാൻഡ് വിഡ്ത്ത് കൺസ്യൂം ചെയ്യുന്ന ഒന്നാണ് വീഡിയോ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ വീഡിയോ ഫയൽസ് ക്യാൻ ബി സ്റ്റോർഡ് ലൈക്ക് എനി അതർ ഫയൽസ് ഇൻ ദ കമ്പ്യൂട്ടർ. ഇനി ഡിജിറ്റൽ വീഡിയോ ഫയൽസ് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഓഡിയോ ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന കണക്ക് പല ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാം. നിങ്ങൾ MP4 എന്നും പിന്നെ സൗണ്ട് ആണെങ്കിൽ MP3 എന്നും ഒക്കെ കേട്ടിട്ടുണ്ട്, പോപ്പുലറായിട്ടുള്ളത്. .avi അതൊക്കെ വീഡിയോ ഫോർമാറ്റ്സാണ്. ദ ഡിജിറ്റൽ വീഡിയോ ഫയൽസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് വിത്തിൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കും. ഓക്കെ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഓഡിയോ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാം, വീഡിയോ ഫയൽസ്, ടെക്സ്റ്റ്, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ മൾട്ടിമീഡിയ കമ്പോണൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ഡിജിറ്റൽ വീഡിയോ ക്ലിപ്സ് ക്യാൻ ബി എഡിറ്റഡ് ഈസിലി. പിന്നെ ഡിജിറ്റൽ വീഡിയോ ക്ലിപ്സ് നമ്മൾ ഉണ്ടാക്കിയാൽ അത് എഡിറ്റ് ചെയ്ത് വളരെ കൂടുതൽ ഭംഗിയുള്ളതും ക്രിസ്പിയാക്കി മാറ്റാനൊക്കും. ഇനി അവസാനത്തെ കമ്പോണൻറ്റ് ആനിമേഷനാണ്. ഓക്കെ. സോ ആനിമേഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്. അപ്പോൾ ഓഡിയോ കണ്ടു, ഗ്രാഫിക്സ് കണ്ടു, അതുപോലെ തന്നെ ടെക്സ്റ്റ് കണ്ടു, വീഡിയോ കണ്ടു. ഇനി അടുത്തത് ആനിമേഷനാണ്. ആനിമേഷൻ ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ സ്റ്റാറ്റിക് ഇമേജ് ലുക്ക് ലൈക്ക് ഇറ്റ് ഈസ് മൂവിങ്. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഷൂട്ട് ചെയ്തെടുക്കുന്നതല്ല. നിങ്ങൾ സാധാരണ ഒരു ലൈവ് സീനിനെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വീഡിയോ ആണ്. നേരെ മറിച്ച് ആയിരക്കണക്കിന് പിക്ചേഴ്സുകൾ നിങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പിന്നെ നിർമ്മിച്ചിട്ട് അത് ഒരു പ്രോപ്പർ സീക്വൻസിൽ അടുക്കി വെച്ച് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ടോം ആൻഡ് ജെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കാർട്ടൂൺസ് വരച്ചത് അത് കമ്പ്യൂട്ടറെ കൊണ്ട് വരപ്പിച്ചെടുക്കാൻ വെക്കും. ഓക്കെ. അങ്ങനെ വരപ്പിച്ചെടുത്ത പല പല ഇമേജസ്, സ്റ്റാറ്റിക് ഇമേജസ് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കഥാപാത്രങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടൊരു തോന്നലുണ്ടാവും. അതാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആനിമേഷൻ ഈസ് ജസ്റ്റ് എ കണ്ടിന്യൂസ് സീരീസ് ഓഫ് സ്റ്റിൽ ഇമേജസ് ദാറ്റ് ആർ ഡിസ്പ്ലേഡ് ഇൻ എ സീക്വൻസ്. ഞാൻ പറഞ്ഞ കണക്ക് ഒരു സ്റ്റിൽ ഇമേജസിൻ്റെ കളക്ഷനാണ്. വളരെ സ്പീഡി ആയിട്ട് ഒരു സീക്വൻസിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ
അതിനകത്ത് വരുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത കഥാപാത്രങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അതാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ആനിമേഷൻ വേണമെങ്കിൽ നമുക്ക് മൾട്ടിമീഡിയ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ദ ആനിമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഫോർ അട്രാക്റ്റിംഗ് അറ്റൻഷൻ. പലപ്പോഴും ആനിമേഷൻസ് എന്ന് പറഞ്ഞാൽ ആകർഷണീയത കൂടും. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ വളരെ നല്ലതാണ് ആനിമേഷൻ, മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ്. ആനിമേഷൻ ഓൾസോ മേക്സ് എ പ്രസൻറ്റേഷൻ ലൈറ്റ് ആൻഡ് അട്രാക്റ്റീവ് ആക്കി മാറ്റാം. വളരെ ലൈറ്റ് ആവാം. വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മെമ്മറി സ്പേസ് മതി. ഓക്കെ, ഗ്രാഫിക്കൽ ഇമേജസ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഒരു ഫ്രെയിം വീഡിയോ ഇമേജിനേക്കാളും സ്പേസ് കുറവ് മതി. ആനിമേഷൻ ഈസ് വെരി പോപ്പുലർ ഇൻ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആനിമേഷനാണ് മോഡേൺ ഡേ ഉള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.